ഇന്ന് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാനാണ് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ടേക്ക്. Beloved brothers, today I'm going to give a reply to a doubt which was asked by a brother depending on the mercies of God. भाई बहनों, आज प्रभु में भरोसा करते हुए हम एक भाई ने पूछे हुए सवाल का जवाब प्रस्तुत करना चाहते हैं. ചോദ്യം എന്ന് പറയുന്നത്, നേരത്തെ ട്രിബുലേഷൻ 7 വർഷം എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോഴത് 3.5 വർഷം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ പ്രാഥമിക ഭാഗം ഇതാണ്: 7 വർഷത്തെ ട്രിബുലേഷൻ എന്നുള്ളത് ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പക്ഷെ പ്രസംഗത്തിൽ പ്രസംഗകരായ ആളുകൾ പറഞ്ഞതും ഞങ്ങളെ പഠിപ്പിച്ചതും 7 വർഷത്തെ ട്രിബുലേഷൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനും എന്നെ പോലെയുള്ളവരെല്ലാവരും അത് ആവർത്തിക്കുന്നത്. From the two questions, we will attend the first one, that about tribulation period is 7 years, and why now it is said it is only 3.5 years. The answer is that it is not there in the Bible that there are 7 years of tribulation, but the people who taught us and also the preachers until now were preaching like that there are 7 years tribulation, but it is not there in the Bible. तो उनका पहले सवाल जो है, जो कि 7 साल का महापीड़ा होगा और आप लोग कह रहे हो 3.5 साल, तो इसके जवाब में हम कहना चाहेंगे कि ये 7 साल का संख्या पीड़ा के लिए ये बाइबल में हम नहीं पाते हैं, लेकिन कई लोग हमसे पूर्व और अभी भी बहुत सारे लोग, अधिकतर लोग मानते हैं कि 7 साल है, उन्होंने ऐसे सोचा है, और यही बात मैंने भी सोचा था और हम भी ऐसे कहते आए थे पहले. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, 3.5 വർഷം വിശുദ്ധ ജനം ആന്റി ക്രൈസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. 7 വർഷമല്ല, 3.5 വർഷം. കാലം, കാലങ്ങളും കാലാംശം. വെളിപ്പാട് പുസ്തകം 12:11. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകരുതെന്ന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി ദൈവം രക്ഷിച്ചു. 3.5 വർഷം അവളെ പോറ്റി രക്ഷിച്ചു. വെളിപ്പാട് പുസ്തകം 12:6 സ്ത്രീയെ കുറിച്ച് പറയുന്നു, ഇതാ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. ഈ 1260 ദിവസം എന്ന് പറയുന്നത് 3.5 വർഷം. ദൈവം അവളെ കാത്തു പരിപാലിക്കും. ഇനി ഒരു വാക്കും കൂടി വേണമെങ്കിൽ വായിക്കാം. പഴയ നിയമത്തിൽ നിന്ന് ദാനിയേൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ അവിടെയും വളരെ വ്യക്തതയോട് പറയുന്നു, ആന്റിക്രൈസ്റ്റ് വെളിപ്പെടുന്ന സമയത്ത് അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായ എന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ, അത്യുന്നതന്റെ വിശുദ്ധന്മാർ ആന്റിക്രൈസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. കാലവും കാലങ്ങളും കാലാംശവും 3.5 വർഷം അത്യുന്നത വിശുദ്ധന്മാർ ആന്റിക്രൈസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ഇത് 3.5 വർഷമാണ്, അല്ലാതെ 7 years അല്ല എന്ന് ഇതാ പറയുവാനുള്ള കാര്യം. വിശുദ്ധ ബൈബിൾ ഇനിയും പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നു 3.5 വർഷത്തെ ആന്റിക്രൈസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആ ഒരു ട്രിബുലേഷൻ പീരീഡ്. Bible is clearly telling that the saints will be given in tribulation for 3.5 years. Bible is very clear that it is. We will read Revelation 12 verse 14. And to the woman were given 2 wings of a great eagle, that she might fly into the wilderness, into her place where she is nourished for a time and times and half a time from the face of the serpent. This is 3.5 years, very clear there. And again we can see in Revelation 12 verse 6, and the woman fled into the wilderness where she had a place prepared of God, that there should feed her there 1,260 days. It means 1,260 days means it is again 3.5 years, and God will protect them, feed them there. We will read also one verse from the Old Testament, Daniel chapter 7 verse 25. And he shall speak great words against the Most High, and shall wear out of his saints of the Most High, and think to change the times and laws, and they shall be given into his hand until a time and times and the dividing of time. That means also 3.5 years. The saints were given into the hands of Antichrist for tribulation.
And there are many other places also it is written. बाइबल में हम साफ ये देखते हैं कि 3.5 साल का संख्या है, जो कि जिसका विवरण इस तरह एक जगह में किया गया है, काल, कालो और आदि काल। प्रकाशित वाक्य 12:14 में इस तरह लिखा है, पर उस स्त्री को बड़े उकाब के 2 पंख दिए गए कि सांप के सामने से उड़कर जंगल में उस जगह पहुंच जाए जहां वह एक समय और समयों और आधे समय तक पाली जाए। तो ये 3.5 साल का हिसाब है। और वैसे वापस हम प्रकाशित वाक्य 12:6 में हम एक संख्या देखते हैं। उस स्त्री को परमेश्वर ने जंगल में एक जगह में उसको लेके गई, उसको पालने के लिए, और वो 1260 दिन के लिए था, जो कि 3.5 साल है। पुराने नियम से एक वचन हम पढ़ना चाहेंगे, एक दानियल के पुस्तक से 7 अध्याय उसका 25 आयत में वहां पर लिखा है, और वह परम प्रधान के विरुद्ध बातें कहेगा और परम प्रधान को पवित्र लोगों को पीस डालेगा और समयों और व्यवस्था के बदल देने से की आशा करेगा, वरन 3.5 साल तक वे सब उसके वश में कर लिए जाएंगे। तो यहाँ पर भी 3.5 साल का हिसाब है, जो कि मसीह विरोधी को समय दिया जाता है। तो ये सब जगहों में 7 साल नहीं वरन 3.5 साल का हिसाब है। और भी अनेक ऐसे वचन है पवित्र कलाम के अंदर। ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമോ, എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇത് ആദ്യം പറയാൻ പാടില്ലായിരുന്നു? തുടക്കത്തിൽ 7 വർഷമല്ലേ പ്രസംഗിച്ചത്? പ്രിയ സഹോദരങ്ങളെ, റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. ഒരു വിമാനത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കത്തില്ല. എന്നാൽ ലാൻഡ് ചെയ്യുവാനായിട്ട് വിമാനം താഴേക്ക് താഴ്ന്തോറും കാര്യങ്ങളെ ക്ലിയറായി അവസാനം റൺവേ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത് പോലെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് അടുക്കുന്തോറും സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ നമ്മൾക്ക് ക്ലിയർ ആക്കി തരും. So you might be asking then why you didn't tell it in the beginning that tribulation is 3.5 years, why it was at always 7 years. Beloved brothers, revelation is progressive. As if we are in an aeroplane and if we are looking down, it is coming partially, and as we are nearing to the ground, things are becoming more and more clear and visible. It is like that, the revelation also. प्रिय लोगों, तो यदि आप पूछे कि फिर पहले से क्यों नहीं बताया था, हम पहले तो 7 साल के बारे में बात की थी, तो हम कहना चाहते हैं कि प्रकाशित वाक्य की बातें वो प्रगतिशील है। और मानो जिस तरह से हवाई जहाज से में जब हम जाते हैं तो हमें ऊपर से शायद सब कुछ साफ नहीं दिखता, लेकिन जैसे जैसे उतार होता है और हम रनवे के निकट आते हैं तो हमें नीचे जो चीज है वो हमें साफ दिखने को लगता है। इसी तरह है प्रकाशित वाक्य और प्रभु की बातें भी। പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. Greetings to you all in the name of our Heavenly Father and Lord Jesus Christ. परमेश्वर की स्तुति हो, पिता परमेश्वर और उसके पुत्र प्रभु यीशु मसीह के नाम से आप सभी को जो इस ऑनलाइन माध्यम से हमें सुन रहे हैं और देख रहे हैं, हम सलाम व्यक्त करना चाहते हैं। ഒരു വാക്ക് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥ പിതാവേ, ശുശ്രൂഷ ഏറ്റവും മനോഹരമായി അങ്ങനെ പുത്രനായ ക്രിസ്തുവിൽ ചെയ്തെടുക്കുവാനുള്ള എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളെ 3 പേരെയും ഒരേ ആത്മാവിൽ അതേ അങ്ങനെ അതേ ആത്മാവിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ ഹൃദയത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന അതേപോലെ എത്തപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. സകല ഓൺലൈൻ മീഡിയയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. അങ്ങ് ഏറ്റവും മനോഹരമായി ചെയ്തെടുക്കണമേ. ഞങ്ങളിലല്ല, ഞങ്ങളെ ശക്തമാക്കുന്ന അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ഇന്ന് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു സഹോദരൻ ചോദിച്ച, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാനാണ് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ടേക്ക്. Beloved brothers, today
I'm going to give a reply to a doubt which was asked by a brother, depending on the mercies of God. प्रिय भाई बहनों, आज प्रभु में भरोसा करते हुए हम एक भाई ने पूछे हुए सवाल का जवाब प्रस्तुत करना चाहते हैं. അദ്ദേഹത്തിന്റെ ചോദ്യം രണ്ട് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, നേരത്തെ 7 വർഷത്തെ ട്രിബുലേഷൻ എന്നാണല്ലോ പറഞ്ഞിരുന്നത്, ഇപ്പോ അത് 3.5 വർഷം എന്നായിരിക്കുന്നു. 2, ബ്രദറൻ സഭകളും പെന്തക്കോസ്ത് സഭകളും പരീക്ഷയ്ക്ക് മുമ്പ് സഭ ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാന വാക്യം വെളിപ്പാട് പുസ്തകം 3:10. എന്നാൽ നിങ്ങൾ പറയുന്നത് പരീക്ഷാഘട്ടത്തിലൂടെ കടന്നു പോകണമെന്നുള്ള തലത്തിലാണല്ലോ. അതിനെക്കുറിച്ച് ഒന്ന് വിവരിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒന്നുകൂടി പറയാം. അദ്ദേഹത്തിന്റെ ചോദ്യം 1, മുമ്പ് 7 വർഷം ഉപദ്രവകാലം ഉണ്ടെന്നായിരുന്നല്ലോ, ഇപ്പോ 3.5 വർഷമായിരിക്കുന്നു. എന്തുകൊണ്ട്? മറ്റൊരു ചോദ്യം, ബ്രദറൻ സഭകളും പെന്തക്കോസ്ത് സഭകളും ഈ വലിയ പരീക്ഷ വരുന്നതിന് മുമ്പ്, ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇനി ഉണ്ടാകാത്തതുമായ ഏറ്റവും വലിയ പരീക്ഷ വരുന്നതിന് മുമ്പ് സഭ ഇവിടുന്ന് കടന്നു പോകും, അല്ല എങ്കിൽ ആ പരീക്ഷ സഭയ്ക്കുള്ളതല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3:10 അവരങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ ആധാരം. അത് അങ്ങനെയല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദ്യം. The person is asking 2 questions. Number 1 is that before it was told Revelation time is tribulation time, we have 7 years, but now it is told it's only 3 years. And the second question is that the Pentecostal churches and the brethren churches will be taken away before the tribulation comes, according to Revelation 3:10. Would you please explain this to us? तो उस भाई के सवाल में 2 विषयों के बारे में उन्हें पूछा है. पहला विषय ये है कि पहले तो ऐसे सिखाया जाता था कि महा उपद्रव का समय है, वो 7 साल का रहेगा, लेकिन अभी आप लोग कह रहे हो कि 3.5 साल है. और उनका वो दूसरा विषय ये है कि महापीड़ा के समय ऐसा बड़ा पीड़ा जैसे कि पहले कभी हुआ नहीं है, वो पीड़ा से कलीसिया को उससे पहले ले लिया जाएगा, ऐसे वो सिखाते हैं प्रकाशित वाक्य 3:10 के आधार पर. लेकिन आप लोग ऐसे नहीं सिखा रहे. तो ये दोनों विषय के बारे में उनका सवाल है. അദ്ദേഹത്തിന്റെ ചോദ്യം നമുക്ക് നേരിട്ട് മലയാളത്തിലൊന്ന് കേൾക്കാം. അപ്പോ കുറച്ചും കൂടി ആധികാരികവുമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുവാനായിട്ട് ഇടയാകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. We will hear his question or from the original so that you will understand it clearly. वो उस भाई के सवाल को हम उन्होंने जो मलयालम भाषा में पूछा उसी में सुनाना चाहते हैं. വാക്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാല് അതിലെ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ബ്രദറൻ സഭയും പെന്തക്കോസ്തിലെ പല വിഭാഗങ്ങളും ഈ പരീക്ഷ കാലഘട്ടത്തിൽ കൂടി, അല്ലെങ്കിൽ ഈ പരീക്ഷാ കാലഘട്ടത്തിൽ കൂടി, അല്ലെങ്കിൽ ഈ വളരെയധികം ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകുന്ന ഒരു കാലത്തിൽ കൂടെ ക്രിസ്തുവിന്റെ സഭ കടന്നു പോവുകയില്ല എന്ന് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ വേറെ വിശദീകരണം പറഞ്ഞാല് പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അവർ മനസ്സിലാക്കും. മറിച്ച് നിങ്ങളെ ഇപ്പോ പറയുന്നു 3.5 വർഷമേ ഉള്ളൂ പീഡനകാലം എന്ന് പറഞ്ഞു.
നേരത്തെ പറഞ്ഞിരുന്നു 7 വർഷമാണെന്ന് പറഞ്ഞു. അതിനകത്തൂടി സഭ കടന്നു പോവില്ല, പീഡനകാലത്തൂടി കടന്നു പോവില്ല എന്ന് പറയുന്നതിന്റെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം അടിസ്ഥാനപരമായ അതിനുള്ള പിന്നെ അതിന് അവര് എടുത്ത് പിന്നെ തെളിവായി കാണിക്കുന്ന വാക്യം അത് ഒന്ന് നിങ്ങൾക്കും വായിച്ച് മനസ്സിലാക്കാമല്ലോ. എന്നിട്ട് അതിനെ കുറിച്ച് ഷാജി ജോസഫുമായിട്ടും ഷാജി ജോസഫുമായിട്ട് സംസാരിക്കുന്നിട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം തരുവാണെങ്കിൽ നന്നായിരിക്കും. അത് ഈ മന്ന ഗ്രൂപ്പിലും ഇസ്രായേൽ ഗ്രൂപ്പിലും ഒപ്പം എന്നുള്ള ഗ്രൂപ്പിലും ഒക്കെ ഇടാമെങ്കിൽ നന്നായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, 2 ചോദ്യങ്ങളിൽ ആദ്യത്തെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നേരത്തെ ട്രിബുലേഷൻ 7 വർഷം എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോഴത് 3.5 വർഷം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ പ്രാഥമിക ഭാഗം ഇതാണ്. 7 വർഷത്തെ ട്രിബുലേഷൻ എന്നുള്ളത് ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പക്ഷെ പ്രസംഗത്തിൽ പ്രസംഗകരായ ആളുകൾ പറഞ്ഞതും ഞങ്ങളെ പഠിപ്പിച്ചതും 7 വർഷത്തെ ട്രിബുലേഷൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനും എന്നെ പോലെയുള്ളവരെല്ലാവരും അത് ആവർത്തിക്കുന്നത്. From the 2 questions, we will attend the first one, that about tribulation period is 7 years, and why now it is said it is only 3.5 years. The answer is that it is not there in the Bible that there are 7 years of tribulation, but the people who taught us and also the preachers until now were preaching like that. There are 7 years tribulation, but it is not there in the Bible. तो उनका पहले सवाल जो है, जो कि 7 साल का महापीड़ा होगा और आप लोग कह रहे हो 3.5 साल, तो इसके जवाब में हम कहना चाहेंगे कि ये 7 साल का संख्या पीड़ा के लिए ये बाइबल में हम नहीं पाते हैं, लेकिन कई लोग हमसे पूर्व और अभी भी बहुत सारे लोग, अधिकतर लोग मानते हैं कि 7 साल है, उन्होंने ऐसे सोचा है, और यही बात मैंने भी सोचा था और हम भी ऐसे कहते आए थे पहले. പ്രിയ സഹോദരങ്ങളെ, എന്താണോ പൂർവികർ പഠിപ്പിച്ചത് അത് ഞാനും എന്നെ പോലെയുള്ള ബൈബിൾ സ്കൂളിൽ പഠിച്ച, സഭകളിൽ പഠിച്ച വ്യക്തികൾ ആവർത്തിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് 7 year ട്രിബുലേഷൻ എന്ന് കേട്ടത്. അത് ബൈബിളിലില്ല. Lord brothers, whatever is taught to us from our Bible teachers, we were repeating that. Me and all people like me who are learned in the Bible schools and taught from the teachers, Bible teachers, churches. That is why we were preaching like that, but it is not from the Bible. प्रिय भाइयों, हम आपसे आपको बताना चाहते हैं कि हम हमारे पूर्वी प्रभु के दास लोग हैं, और जिन्होंने बाइबल स्कूल में जो सीखा होगा, और ऐसे लोग, सब लोगों ने, अधिकतर लोगों ने समझा, माना था कि 7 साल है, और ये बात वो दोहराते आए हैं, लेकिन हम बाइबल में 7 साल का संख्या महापीड़ा के लिए नहीं देखते हैं. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, 3.5 വർഷം വിശുദ്ധ ജനം ആന്റിക്രൈസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. 7 വർഷമല്ല, 3.5 വർഷം. കാലം, കാലങ്ങളും കാലാംശം. Bible is clearly telling that the saints will be given in tribulation for 3.5 years. The Bible is very clear that it is
बाइबल में हम 1 year. Okay, बाइबल go में ahead. बाइबल में हम साफ ये देखते हैं कि 3.5 साल का संख्या है, जो कि जिसका विवरण इस तरह एक जगह में किया गया है, काल, कालो और आदि काल। അതുകൊണ്ട് സത്യത്തെ സ്നേഹിക്കുന്ന, മനസ്സുപതിക്ക് രൂപാന്തരം പ്രാപിക്കുന്ന, ക്രിസ്തുവെ അനുസരിക്കുന്ന ഏതൊരു വ്യക്തിയും താൻ കേട്ടത് തന്റെ ജീവിതത്തിൽ മാറ്റി ബൈബിൾ പ്രകാരം മനസ്സുപതിക്ക് രൂപാന്തരം പ്രാപിക്കുന്നത് ഏതൊരു നല്ല പൈതലിന്റെയും ക്വാളിറ്റിയാണ്. അതേ ഞാനും ചെയ്തോളൂ. Because of that, it is the quality of any of the one who is loving truth and also want to obey the word of God, just to change our mind and stick to the truth. That is only what I also did. और सत्य से प्रेम करने वाले और प्रभु के जो बात मानना जो चाहने वाला कोई भी प्रभु के संतान का ये स्वभाव गुण होता है कि जब वो जानता है सच्चाई को तो उसको वो स्वीकार करता है, और मैंने भी यही किया। ഞാന് ധാരാളം വാക്യങ്ങൾ അതുമായിട്ട് ബൈബിളിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഉണ്ടെങ്കിലും ഇതാ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ 1-2 വാക്യം വായിക്കാൻ ആഗ്രഹിക്കും. There are many verses in the Bible depicting that, but for your understanding, I want to read few verses now. There are many verses in the book of Daniel and in Revelation and all, but I want to read you few verses. इसके आधार पर हम बाइबल से अनेक वचन को ले सकते हैं, लेकिन आपकी समझ के लिए हम कुछ ही वचन, एक वचन हम लेना चाहेंगे। വെളിപ്പാട് പുസ്തകം 12:14. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി ദൈവം രക്ഷിച്ചു. 3.5 വർഷം അവളെ പോറ്റി രക്ഷിച്ചു. We will read Revelation 12, verse 14. And to the woman were given 2 wings of a great eagle, that she might fly into the wilderness, into her place, where she is nourished for a time and times and half a time from the face of the serpent. This is 3.5 years, very clear there. प्रकाशित वाक्य 12 के 14 में इस तरह लिखा है, पर उस स्त्री को बड़े उकाब के 2 पंख दिए गए कि सांप के सामने से उड़कर जंगल में उस जगह पहुंच जाए जहां वह 1 समय और समयों और आधे समय तक पाली जाए। तो ये 3.5 साल का हिसाब है। വെളിപ്പാട് പുസ്തകം 12:6 സ്ത്രീയെ കുറിച്ച് പറയുന്നു, ഇതാ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. ഈ 1260 ദിവസം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. ദൈവം അവളെ കാത്തു പരിപാലിച്ചു. And again we can see in Revelation 12 verse 6, and the woman fled into the wilderness where she had a place prepared of God, that they should feed her there 1,260 days. It means 1,260 days means it is again 3.5 years, and God will protect them, feed them there. और वैसे वापस हम प्रकाशित वाक्य 12 के 6 में हम एक संख्या देखते हैं। उस स्त्री को परमेश्वर ने जंगल में एक जगह में उसको लेके गई, उसको पालने के लिए, और वो 1260 दिन के लिए था, जो कि 3.5 साल है। ഇനി ഒരു വാക്യം കൂടി വേണമെങ്കിൽ വായിക്കാം. പഴയ നിയമത്തിൽ നിന്ന് ദാനിയേൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ,
അവിടെയും വളരെ വ്യക്തതയോട് പറയുന്നു, ആന്റിക്രൈസ്റ്റ് വെളിപ്പെടുന്ന സമയത്ത് അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവന്റെ കയ്യിൽ അത്യുന്നതന്റെ വിശുദ്ധന്മാർ ആന്റിക്രൈസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. കാലവും കാലങ്ങളും കാലാംശവും 3.5 വർഷം അത്യുന്നതന്റെ വിശുദ്ധന്മാർ ആന്റിക്രൈസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ഇത് 3.5 വർഷമാണ്, അല്ലാതെ 7 years അല്ല എന്ന് ഇതാ പറയുവാനുള്ള കാരണം വിശുദ്ധ ബൈബിൾ ഇനിയും പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നു. 3.5 വർഷത്തെ ആന്റിക്രൈസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആ ഒരു ട്രിബുലേഷൻ പീരീഡേ ഉള്ളൂ. We will read also one verse from the Old Testament, Daniel chapter 7, verse 25. And he shall speak great words against the Most High, and shall wear out of the saints of the Most High, and think to change the times and laws, and they shall be given into his hand until a time and times and the dividing of time. That means also 3.5 years. The saints were given into the hands of Antichrist for tribulation. And there are many other places also it is written. पुराने नियम से एक वचन हम पढ़ना चाहेंगे, एक दानियल के पुस्तक से 7 अध्याय उसका 25 आयत में वहां पर लिखा है, और वह परम प्रधान के विरुद्ध बातें कहेगा और परम प्रधान को पवित्र लोगों को पीस डालेगा और समयों और व्यवस्था के बदल देने से की आशा करेगा, वरन 3.5 साल तक वे सब उसके वश में कर दिए जाएंगे। तो यहाँ पर भी 3.5 साल का हिसाब है जो कि मसीह विरोधी को समय दिया जाता है। तो ये सब जगहों में 7 साल नहीं वरन 3.5 साल का हिसाब है। और भी अनेक ऐसे वचन है पवित्र कलाम के अंदर। പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് സമർത്ഥിക്കാനായിട്ട് പലരും പറയുന്നത് ഇത് നമുക്ക് വേണ്ടി എഴുതിയൊന്നുമല്ല, ഇത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയെന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ അവർ ഇതിനെ ഒഴിവാക്കി കളയും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Many times when we say these things, many will be telling this is not written for us, this is written for Jewish people, only for the Israelites. And so we don't have to bother this, we don't have to obey this. And for such kind of people, I want to read another verse. और इन वचनों को जब हम सुनाते हैं, बताते हैं, तो कुछ लोगों का ये कहना होता है कि ये बातें तो यहूदियों के लिए हैं। तो ऐसे लोगों के लिए हम एक और वचन पढ़कर सुनाना चाहते हैं। വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞ് അവസാന വാക്യങ്ങളിൽ കർത്താവായ യേശു പറയാണ്, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. യേശു ആരോടാണ് സാക്ഷീകരിക്കുന്നത്? യഹൂദന്മാരോടാണോ സഭകളോടാണ്? വെളിപ്പാട് 22:16. In Revelation, the book of Revelation, the last chapter, it is said that in a verse 16, I, Jesus, have sent my angel to testify unto you these things. So is it for only Jewish people, Israelites, or is it for us? Jesus is telling here. These things for the churches. तो ये यहाँ प्रकाशित वाक्य 22 उसके 16वें आयत में हम इस तरह पढ़ते हैं, मुझ यीशु ने अपने स्वर्गदूत को इसलिए भेजा कि तुम्हारे आगे कलीसियाओं के विषय में इन बातों की गवाही दे। तो इसमें से हमें समझ आता है ये बातें किसको बताया गया था? क्या यहूदियों को? ये यहाँ पर लिखा है कलीसिया के लिए बताया गया था। അപ്പോ നമുക്ക് ഒരിക്കലും ഇത് യഹൂദന്മാർക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് താൽക്കാലികമായിട്ട് സാധിക്കുമായിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ? So maybe
now you can say this is not for us, this is only for the Israeli people, and we can escape. But then aren't we deceiving ourselves if we are going that way? तो यदि हम सो कहते हैं कि ये बातें यहूदियों के लिए हैं, हमारे लिए नहीं है, तो हम अपने आप को धोखा देंगे। ഇനി വെളിപ്പാട് പുസ്തകം 1:1-4 വായിക്കുമ്പോ അവര് എഴുതിയിരിക്കുന്നു, ഇത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതല്ല പറഞ്ഞത്, സഭകൾക്ക് വേണ്ടിയുള്ള ദൂതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. Also, when we read Revelation chapter 1, verse 1 and 4 and all, we can see that it is not written this is for the Israelites, it is written this is for the church. I am writing. वैसे साथ ही साथ जब हम प्रकाशित वाक्य उसके शुरुआत के अध्याय में उसमें जब हम पढ़ते हैं 4 वाक्य में, तो समझ आता है कि ये कलीसियाओं को लिखा है, यहूदियों के लिए नहीं लिखा गया था। ഇതാ പ്രിയ സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകം 1:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത് ദൈവം, ക്ലിയർ ആയിട്ട് പറഞ്ഞ ദൈവം അത് അവന് യേശു ക്രിസ്തുവിന് കൊടുത്തു. അവൻ യേശു ക്രിസ്തു അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടത് ഒക്കെയും സഭകളെ സാക്ഷീകരിച്ചു എന്നതിന്റെ 4-ാം വാക്യോട് ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ഇത് മുഴുവൻ സഭയ്ക്കുള്ള ദൂതാണ്. This is the message to the churches, and this we can see when we read Revelation chapter 1 verse 1, the revelation of Jesus Christ which God gave unto him to show unto his servants things which must shortly come to pass. This means God gave this to Jesus, and then he sent and signified it by his angel unto his servant John. And when we join this verse with verse 4, John to 7 churches which are in Asia. This is for the churches. From here, it is very clear. देखिए, जब हम प्रकाशित वाक्य 1 अध्याय उसका 1 वचन से पढ़ते हैं, वहां इस तरह लिखा है, यीशु मसीह का प्रकाशित वाक्य जो उसे परमेश्वर ने इसलिए दिया कि अपने दासों को वे बातें जिनका शीघ्र होना अवश्य है दिखाए, और उसने अपने स्वरदूत को भेजकर उसके द्वारा अपने दास यूहन्ना को बताया, जिसने परमेश्वर के वचन और यीशु मसीह की गवाही अर्थात जो कुछ उसने देखा था उसकी गवाही दी। ये दोनों वचनों को 4थे आयत से जब हम जोड़ते हैं, उसमें लिखा है शुरुआत में, यूहन्ना की ओर से आसिया की 7 कलीसिया के नाम। तो हम देखते हैं कि ये कलीसियाओं के लिए लिखा गया था ये संदेश। ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതാ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലായി എന്ന്. 7 വർഷത്തെ ട്രിബുലേഷൻ എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ ഇല്ല. പകരം 3.5 വർഷത്തെ ട്രിബുലേഷനാണ് വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തില്, ദാനിയേൽ പ്രവാചക പുസ്തകത്തില് ഒക്കെ നോക്കുമ്പോൾ ഇനിയും കാണാം. ഒരു വാക്യം നമുക്ക് വായിക്കാം. ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ്. ആ 13-ാം അധ്യായത്തിൽ വെളിപ്പെടുമ്പോൾ വളരെ വ്യക്തതയോടെ പറയുന്നു, ആ മൃഗത്തിന്റെ മുൻപിൽ അവിടെ എഴുതിയിരിക്കുകയാണ് 13:5 വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു, 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. 42 മാസം എന്ന് പറയുന്നത് 3.5 വർഷക്കാലമാണ് ആന്റി ക്രൈസ്റ്റിന് പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ നമ്മുടെ അപ്പച്ചൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു കാര്യം നിങ്ങൾക്ക് മനസ്സിലായത്. I hope you understood now, and we have seen it is from the Bible. It is not 7 years, rather it is 3.5 years. And there are many more verses from the book of Daniel and in Revelation and all.
I can read another verse from Revelation 13, verse 5 also there says, and there was given unto him a mouth speaking great things and blasphemies, and power was given unto him to continue 42 months. 42 months means it is 3.5 years. From all these things, I hope now you understood from the Bible that tribulation is only for 3.5 years, not for 7 years. हम मानते हैं कि अभी आपको ये यकीन होता है कि महापीड़ा का समय 3.5 साल है। बाइबल भर में हम यही संख्या पढ़ते हैं। एक और वचन हम पढ़ना चाहते हैं। पुराने नियम और नए नियम में ऐसे बहुत सारे हमें सबूतें मिलेंगे। तो ये है प्रकाशित वाक्य 13 उसका 5, जिसमें लिखा है, बड़े बोल बोलने और निंदा करने के लिए उसे एक मुंह दिया गया और उसे 42 महीने तक काम करने का अधिकार दिया गया। तो यहाँ पर हम 42 महीना जो पढ़ते हैं वो वापस 3.5 साल है, और हम आशा रखते हैं कि अभी आपको 3.5 साल के बारे में यकीन या समझ हुआ है। ഇനി എന്തുകൊണ്ടാണ് മുമ്പേ 7 വർഷം പറഞ്ഞു, ഇപ്പോൾ എന്തുകൊണ്ട് 3.5 വർഷം പറയുന്നു എന്ന് പറഞ്ഞത്, ഈ ആത്മീയ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ജഡിക കാര്യം പറയാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. If you ask why until now 7 years were told and now changing to 3.5 years, if you are not understanding the spiritual way of telling, I can tell you something natural way, explain it in a natural way. यदि आपको समझने या मानने में मुश्किल होता है कि 7 साल पहले कहते थे और अभी 3.5 साल का संख्या है, तो ये समझ जाने के लिए मैं एक हमारे मामूली एक उदाहरण देना चाहती हूँ, अगर आत्मिक बात से अगर वो समझना मुश्किल होता है तो। എനിക്ക് ജഡത്തിൽ ഒരു മോനും മോളും ആണ് ഉള്ളത്. മോളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ മോളെ കളിപ്പിക്കുന്ന ഒരു രീതി, എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു മോൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോളെ കളിപ്പിക്കുമായിരുന്നു. തന്റെ ബ്രദറായിരുന്നു അതിന് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരിക്കല് ഒരു റോട്ടിലൂടെ പോകുമ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുക, ആ യാത്ര ചെയ്യുമ്പോൾ കൊച്ചു കാറിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മൂണെ കണ്ടു, ചന്ദ്രനെ കണ്ടു. അപ്പൊ ഒരു ചന്ദ്രനെ കണ്ടു. ഞങ്ങൾ ആ റോഡ് കഴിഞ്ഞു ദുബായിൽ നിന്ന് യാത്ര ഞാൻ ചിന്തിക്കുന്നു, റാസൽ ഖൈമയിൽ നിന്ന് കുറിച്ച് നോക്കുമ്പോൾ ചന്ദ്രൻ വേറൊരെണ്ണം ഈ റോട്ടിൽ, വേറൊരു റോട്ടിൽ കയറിയപ്പോ അവിടെ ഒരു ചന്ദ്രൻ. അപ്പൊ കൊച്ചി ചോദിച്ചത്, അവിടെ ദുബായിൽ ഒരു ചന്ദ്രനുണ്ട്, റാസൽ ഖൈമയിൽ ഒരു ചന്ദ്രനുണ്ട്, ഈ റോട്ടിൽ ഒരു ചന്ദ്രനുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മോളെ ഓരോ റോട്ടിലും ഓരോ ചന്ദ്രനുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. കൊച്ചത് വിശ്വസിച്ചു. So an example, like I have 2 children, a son and a daughter, and our daughter was always believing everything. When she was small, whatever we said, she used to believe. And once the brother was the leader who always used to tell many things to make her believe. And once when we were traveling, our daughter was looking up and seeing the moon, and she saw moon when we were in Ras Al Khaimah, and when we traveled to Dubai, there also moon, and she was surprised. And then brother told her there is a moon in Ras Al Khaimah and in also in Dubai, and everywhere there is many moons, and she believed it. तो ये हमारे जो 2 बच्चे हैं, एक बेटा और बेटी, तो जब बेटी का ये आदत था कि जब वो छोटी थी तो उसको जो भी बोले वो मान जाती थी, वो यकीन करती थी। तो इसके लिए हम कई बार उसको फंसाते थे और उसको कुछ न कुछ बोलते थे, और उसके भाई उसमें इस बात में आगे थे। एक बार हम कहीं पे जा रहे थे और गाड़ी में थे, और शायद हम दुबई में थे और रास अल खैमा जा रहे थे। दुबई में बच्ची ने जब गाड़ी से ऊपर की ओर देखा तो उसने देखा कि चंद्रमा है।
फिर जब हम रासल खैमा पहुंचे तो वहां पर भी उसने देखा कि ऊपर चंद्रमा है, और जहां जहां हम कौन से जो सड़क लेते थे वो ऊपर देखती थी और बोलती थी कि इधर भी तो एक चंद्रमा है। तो हमने उसको कहा कि हाँ बेटी, हर एक रास्ता में एक एक चंद्रमा होता है, और मेरी बेटी इस बात को मान गई थी। പക്ഷേ ഇപ്പോ ഞങ്ങളത് ഓർത്തിട്ട് മോളോട് പറയും, മോളെ ഓരോ റൂട്ടിലും ഓരോ ചന്ദ്രനുണ്ട് എന്ന് പറയുമ്പോ മോള് ഞങ്ങളൊരു നോട്ടം നോക്കും. ആ നോട്ടത്തിന്റെ അർത്ഥം ഇതാണ്: എന്നെ ഇനി പറ്റിക്കാൻ നോക്കണ്ട, എനിക്കറിയാം ഓരോ റൂട്ടിലും ഓരോ ചന്ദ്രനില്ല, ആകപ്പാടെ ഒരു ചന്ദ്രനേ ഉള്ളൂ, ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന അർത്ഥത്തിൽ മോള് നോക്കുവാനിടയാണ്. ഇതേപോലെ തന്നെയാണ് നേരത്തെ ഇതൊന്നും അറിയാതിരുന്നപ്പോ 7 years ട്രിബുലേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തന്നെ വിഴുങ്ങി. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്ന സത്യപുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും 3.5 വർഷത്തെ ട്രിബുലേഷൻ ഉള്ളൂ എന്നും മനസ്സിലായപ്പോ അതനുസരിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചു. ഇന്ന് ആരെങ്കിലും 7 വർഷത്തെ ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ മോള് എന്നെ നോക്കുന്നത് പോലെ ഞാൻ അവരെ ഒന്ന് നോക്കും. ഇനിയും പാരമ്പര്യം പറയുന്നത് ആവർത്തിച്ച് പറ്റിക്കാൻ നോക്കണ്ട. വിശുദ്ധ ബൈബിളിലെ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. If we say to our daughter about the moon, that every road there is a moon there, she will look at us, meaning that now you don't need to bluff me. Same way, if now somebody is telling me there is 7 years tribulation, not 3.5 years, I will also look at them, because from the Bible it is clear. I have seen that it is from the Bible it is 3.5 years. Now nobody can bluff me also. I have learned it correctly. I don't want to follow what was taught to me or what the church is following. और लेकिन अभी हमारी बेटी को अगर हम बोले कि बेटा हर एक सड़क में एक एक चंद्रमा होता है, तो वो हमारी तरफ देखती है और मुस्कुराती है। उसका मतलब ये होता है कि मुझे अभी धोखा नहीं दे सकते हो आप लोग। तो इसी तरह से अब मुझे जब कोई अगर मैं सुनता हूँ कि 7 साल का महापीड़ा है, तो मैं उनके तरफ बस देखता हूँ, क्योंकि मैं अभी मुझे समझ आया है और मैं अभी 7 साल की संख्या पर विश्वास नहीं करता हूँ। ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമോ, എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇത് ആദ്യം പറയാൻ പാടില്ലായിരുന്നു? തുടക്കത്തിൽ 7 വർഷമല്ലേ പ്രസംഗിച്ചത്? പ്രിയ സഹോദരങ്ങളെ, റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. ഒരു വിമാനത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കത്തില്ല. എന്നാൽ ലാൻഡ് ചെയ്യുവാനായിട്ട് വിമാനം താഴേക്ക് താഴുന്തോറും കാര്യങ്ങളെ ക്ലിയറായി അവസാനം റൺവേ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത് പോലെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് അടുക്കുന്തോറും സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ നമ്മൾക്ക് ക്ലിയർ ആക്കി തരും. So you might be asking then why you didn't tell it in the beginning that tribulation is 3.5 years, why it was said always 7 years. Beloved brothers, revelation is progressive. As if we are in an aeroplane and if we are looking down, it is coming partially, and as we are nearing to the ground, things are becoming more and more clear and visible. It is like that, the revelation also. प्रिय लोगों, तो यदि आप पूछे कि फिर पहले से क्यों नहीं बताया था, हम पहले तो 7 साल के बारे में बात की थी, तो हम कहना चाहते हैं कि प्रकाशित वाक्य की बातें वो प्रगतिशील है, और मानव जिस तरह से हवाई जहाज से में जब हम जाते हैं तो हमें ऊपर से शायद सब कुछ साफ नहीं दिखता, लेकिन जैसे जैसे उतार होता है और हम रनवे के निकट आते हैं तो हमें नीचे जो चीजें हैं वो हमें साफ दिखने को लगता है। इसी तरह है
प्रकाशित वाक्य और प्रभु की बातें भी। ഇതിനെ ഉറപ്പിക്കാൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാ റെവലേഷനുകളും എല്ലാ ദർശനങ്ങളും ദാനിയേലിന് കാണിച്ചു കൊടുത്തിട്ടാണ്. ദാനിയേൽ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല, ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോ അവിടെ ദാനിയേലിന് കൊടുത്ത ഉത്തരം, ദാനിയേലേ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ട് ഇരിക്കുന്നു. ദാനിയേൽ അത് പറഞ്ഞു കൊടുത്തില്ല, കാരണം ഈ വചനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്, മുദ്രയിട്ടിരിക്കുകയാണ്, അന്ത്യകാലത്തേക്കുള്ളതാണ്. അപ്പോഴേ ഇത് വെളിപ്പെടുത്തി. To understand this, we can read, see that also in the book of Daniel in chapter 12 from verse 8. Gabriel came and told things to Daniel, and then Daniel is telling, but I understood not. Then said I, "Oh my Lord, what shall be the end of these things?" And then in verse 9, he said, "Go thy way, Daniel, for the words are closed up and sealed till the time of the end." Because it was not for his time, so it was closed, it was sealed and told you go. It is not for you to know that. Same way, the things are now becoming more and more clear, the revelations and the things told before. तो ये समझने के लिए हम दानियल के बारे में भी जब हम देखते हैं तो दानियल कहता है 12:8 में इस तरह लिखा है कि मैं तो ये बातें सुनता हूँ परंतु कुछ न समझा। और तब स्वर्गदूत ने उसको जवाब दिया कि ये बातें अंत समय के लिए हैं, वे बंद हैं, उन पर मुहर लगाई गई है, ये बाद के समय में ये साफ होता जाएगा, इसका फल निकलेगा। इसी प्रकार हम देखते हैं कि आज हमारे लिए फिर प्रकाशित वाक्य में होकर वो ज्यादा साफ होने लगा है, साफ दिखने लगा है हमें। പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് 7 വർഷത്തെ ട്രിബുലേഷൻ അല്ല 3.5 വർഷത്തെ എന്ന് പറയുന്നതിന്റെ കാരണം എന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിക്കുകയും ക്രിസ്തുവിൽ ഞങ്ങളെ പണിയുകയും ക്രിസ്തുവിൽ ഞങ്ങളെ വളർത്തുകയും അങ്ങയുടെ ജനറേഷനായി മാറ്റുകയും ചെയ്ത മഹാകൃപയ്ക്കായി നന്ദി. പ്രിയ മക്കളുടെ ചോദ്യത്തിന് അങ്ങ് ഞങ്ങളിലൂടെ ഉത്തരം കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. ദാനിയേലിന് അന്ന് വെളിപ്പെടാത്ത കാര്യം ഈ അന്ത്യകാലത്ത് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന കരുണയ്ക്കാണ്. കർത്താവെ, ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു എന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഞങ്ങളിവിടെ ഓർക്കുന്നു. ഞങ്ങളെ ആക്കിയത് അങ്ങാണ്, ഞങ്ങൾ ഒന്നുമല്ല, അങ്ങയുടെ കരുണയാലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. എല്ലാ സഭകളെയും എല്ലാ ദൈവങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ സന്ദേശം അവരെ അറിയിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങിൽ അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിൽ അങ്ങയുടെ ആത്മാവിൽ ശരണപ്പെടുന്നു. നയിച്ചാട്ടെ, നടത്തിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.